കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 26-ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന ചെറുപുഷ്പമൊഴി, സ്നേഹത്തിൻ്റെ മാർഗം എത്രയോ മാധുര്യമേറിയതാണ്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊച്ചുത്രേസ്യ പുണ്യവതി, സ്നേഹത്തിൻ്റെ ആഴം കണ്ടവളാണല്ലോ നീ പറയുകയാണല്ലോ ഈ സ്നേഹത്തിൻ്റെ മാർഗം ഒത്തിരി മധുരം നിറഞ്ഞതാണെന്ന്. ഇത് തിരിച്ചറിയുവാനായിട്ട് ഞങ്ങളെ നീ സഹായിക്കണമേ. സ്നേഹത്തിൻ്റെ ആഴങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ഈ നിമിഷം ഞങ്ങളെല്ലാവരും സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ നീ ഏറ്റെടുക്കണമേ. നമുക്ക് നമ്മുടെ നിയോഗങ്ങളൊന്ന് സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥനകളൊക്കെയും പുണ്യവതി അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് നിൻ്റെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു പുഷ്പവർഷമായിട്ട് ഞങ്ങളിലേക്ക് ഇതെല്ലാം ചൊരിയണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ